നമസ്കാരം. ഞാൻ കിളിയൂർ അജിത്ത്. കിളിയൂർ ടാക്കീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് പേട്ട എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം പട്ടണത്തിലെ പ്രാചീന വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പേട്ട. തിരുമധുരപ്പേട്ട എന്നായിരുന്നു പൂർവനാമം. വണ്ടിപ്പേട്ട എന്നും വിളിച്ചിരുന്നു. 1824 ചാക്കത്തോട് നിർമ്മിച്ചതോടെയാണ് പേട്ടയ്ക്ക് പ്രാധാന്യം കൈവന്നത്. കൊല്ലത്തു നിന്നുള്ള റെയിൽവേ ലൈൻ ചാക്കയിൽ അവസാനിച്ചിരുന്ന കാലത്ത്, അതായത് 1918 പേട്ടയുടെ പ്രസക്തി കൂടുതൽ വർദ്ധിച്ചു. വള്ളങ്ങളിലും ട്രെയിനിലും കൊണ്ടുവരുന്ന ചരക്കുകൾ കയറ്റി വരുന്ന വാഹനങ്ങളുടെ ഇടത്താവളമായിരുന്നു പേട്ട. കച്ചവട കേന്ദ്രം, വണ്ടിത്താവളം എന്നൊക്കെ തന്നെയാണ് പേട്ട എന്ന പദം അർത്ഥമാക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിലും പേട്ട എന്ന പേരിൽ ഒരു പ്രദേശമുണ്ട്. ഈരാറ്റുപേട്ട, പേട്ടനാട്, പേട്ടക്കാട് എന്നിങ്ങനെ പേട്ട ചേർന്ന് വരുന്ന നിരവധി സ്ഥലനാമങ്ങൾ വേറെയും കേരളത്തിൽ കാണാം. തിരുമധുരപ്പേട്ടയുടെ പഴയകാല ചിത്രം വരച്ചിട്ടിരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. കൽത്തൊട്ടിയും ചുമടുതാങ്ങിയും വണ്ടിപ്പേട്ടയും വണ്ടിപ്പുരയും ഡാലംകെട്ടുകാറും ഒക്കെയുള്ള ഒരു വാണിജ്യ സങ്കേതം. വിശാലമായ ഒരു മാട്ടുചന്തയും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. മധുരയിൽ നിന്നും മറ്റും കൊണ്ടുവന്ന വിൽപ്പന ചരക്കുകൾ ഇറക്കി സൂക്ഷിച്ചിരുന്ന നിരവധി പണ്ടകശാലകൾ, കയറ്റി അയക്കാനുള്ള മലഞ്ചരക്കുകൾ സൂക്ഷിക്കാനുള്ള ശാലകൾ വേറെ, കച്ചവട ആവശ്യങ്ങൾക്കും മറ്റുമായി വന്നു പോകുന്ന പരദേശികളുടെയും തദ്ദേശികളുടെയും എണ്ണം വർദ്ധിച്ചതോടെ തിരുവനന്തപുരത്തിന്റെ പട്ടണ മേപ്പിൽ പേട്ടയ്ക്ക് മുന്തിയ സ്ഥാനം കിട്ടി. പ്രശസ്ത ഗുരുനാഥൻ രാമൻപിള്ള ആശാന്റെ ഗുരുകുലം പ്രവർത്തിച്ചിരുന്നതും പേട്ടയിലാണ്. കണ്ണമൂലയിലേക്കുള്ള റോഡിലായിരുന്നു ഈ ഗുരുകുലം. ഈ റോഡ് ഇപ്പോഴും ആശാൻ റോഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശ്രീ ചട്ടമ്പിസ്വാമികൾ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം ഇവിടെ അധ്യാപകനായും പ്രവർത്തിച്ചു. ജ്ഞാനപ്രജാഗരം എന്ന പേരിൽ ഒരു ആത്മീയ സഭ ഗുരുകുലത്തിൽ പതിവായിരുന്നു. ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരുദേവനും സ്വാമിനാഥ ദീക്ഷിതരും വെളുത്തേരിയുമൊക്കെ ഈ സഭയിൽ പങ്കെടുത്തിരുന്നു. തിരുവിതാംകൂറിന്റെ വലിയ പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്ന ഡിന്നിലോയിയുടെ ഭാര്യയും മകന്റെ ഭാര്യയും താമസിച്ചിരുന്നത് പേട്ടയിലാണ്. ഇവർ മുൻകൈയെടുത്ത് സ്ഥാപിച്ച പള്ളിയാണ് സെയിന്റ് ആൻസ് ചർച്ച്. ബാലരാമവർമ്മയുടെ ഭരണകാലത്ത് മന്ത്രിമാരിൽ ഒരാളായിരുന്ന തച്ചിൽ മാത്തൂത്തരകനാണ് പള്ളി സ്ഥാപിക്കാൻ ആവശ്യമായ സ്ഥലം സംഘടിപ്പിച്ചു കൊടുത്തത്. വർത്തക പ്രമാണിയായിരുന്ന ഇദ്ദേഹം തിരുവനന്തപുരത്തുള്ളപ്പോൾ താമസിച്ചിരുന്നതും പേട്ടയിലാണ്. ഇന്ന് കേരള കൗമുദി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പണ്ട് വലിയൊരു ഓലക്കെട്ടിടമുണ്ടായിരുന്നു. പ്രിൻസ് ഉക്ബർ എന്ന മദാമയാണ് ഈ മന്ദിരത്തിൽ താമസിച്ചിരുന്നത്. ഇവരാണ് ആദ്യകാലത്ത് പ്രിൻസ് ട്രാൻസ്പോർട്ട് എന്ന പേരിൽ ബസ് സർവീസ് ആരംഭിച്ചത്. നഗരത്തിൽ നിന്നും ചാക്ക വരെയായിരുന്നു സർവീസ്. പൈനിയർ ട്രാൻസ്പോർട്ട് ആയിരുന്നു അക്കാലത്തെ പ്രമുഖ ട്രാൻസ്പോർട്ട് കമ്പനി. പത്രപ്രവർത്തന രംഗത്ത് അധികായരായിരുന്ന CV കുഞ്ഞിരാമന്റെയും K സുകുമാരന്റെയും നേതൃത്വത്തിൽ വളർന്ന കേരള കൗമുദിയുടെ ആസ്ഥാനം എന്ന നിലയിലും പേട്ട സാംസ്കാരിക പ്രസിദ്ധി കൈവരിച്ചു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 1947 ജൂൺ 13 പേട്ടയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിന് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ രാജേന്ദ്രൻ എന്ന പേരുള്ള 12 വയസ്സുള്ള വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവമാണ് പേട്ടയുടെ ചരിത്രത്തിലെ നടുക്കുന്ന ഓർമ്മ. കളത്തിൽ വേലായുധൻ പിള്ള, C നാരായണപിള്ള, നരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനം കലക്കാൻ CP രാമസ്വാമി അയ്യരുടെ 5 രൂപ പോലീസ് എന്നറിയപ്പെടുന്ന സിംസൺ പട എത്തി. CP അനുകൂലികൾ സംഘർഷം സൃഷ്ടിച്ച് വെടിവയ്പ് നടത്തുകയായിരുന്നു. SNDP നേതാക്കളിൽ പ്രമുഖനായ ഡോക്ടർ പൽപ്പു പേട്ട സ്വദേശിയാണ്. തച്ചക്കുടി കുടുംബാംഗം. ഈഴവരും വാണിയന്മാരുമായിരുന്നു പേട്ടയിലെ ആദ്യകാല താമസക്കാർ. അക്കാലത്ത് കുറേയേറെ യുറേഷ്യക്കാരും ഇവിടെ പാർത്തിരുന്നു. വള്ളി നാടകം, ഹനുമാൻ ഭണ്ഡാരം, മയിലാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിൽ പേട്ടയിലെ വാണിയന്മാർ മികവ് പുലർത്തിയിരുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനു വേണ്ടി മുല്ലയും തുളസിയും നട്ടുവളർത്തിയിരുന്ന പൂങ്കാവനമായിരുന്നു ഒരു കാലത്ത് തിരുമധുരപ്പേട്ട. 5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് ഇവിടത്തെ കാട്ടുകോവിൽ. ഇപ്പോൾ ഇത് പുത്തൻകോവിൽ എന്നാണ് അറിയപ്പെടുന്നത്.
പേട്ടയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ കൂര ഓടുമേഞ്ഞത് ഒരു രാജകൽപ്പനയിലൂടെയായിരുന്നു. ഒരു തീപിടുത്തത്തെ തുടർന്ന് ഓലക്കൂരകളെല്ലാം മാറ്റി ഓടുമേയണമെന്ന് കൊല്ലവർഷം 1027 അന്നത്തെ ആക്ടിംഗ് ദിവാൻ കിട്ടണ രായർ ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. മറ്റൊരു ദേശചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.